വൺ ഓഫ് ദ മോസ്റ്റ് ഡോമിനൻറ്റ് പ്ലെയർ അന്നും ഇന്നും എൻ്റെ വിശ്വാസം എന്നും ഈ ഇൻഡസ്ട്രി ഉണ്ടാവുന്നത് MRF ആണ്. MRF എന്ന ബ്രാൻഡ് മലയാളികൾക്കോ ഇന്ത്യക്കാർക്കോ പ്രത്യേകിച്ച് പറഞ്ഞു കൊടുക്കേണ്ട ആവശ്യമില്ല. പക്ഷേ ഇറ്റ്സ് എ ബ്യൂട്ടിഫുൾ ബ്രാൻഡ്. പ്രത്യേകിച്ച് ഒരു മലയാളി ഇത്രയും വലിയൊരു എൻറ്റിറ്റി ഉണ്ടാക്കിയെന്ന് പറയുന്നത് തന്നെ ഒരു വലിയൊരു കാര്യമാണ്. എൻ്റെ അച്ഛൻ ഹാർഡ് കോർ MRF ഫാനാണ്. MRF അല്ലാതെ ഒരു ബ്രാൻഡും ഇത്രയും കാലമായിട്ട് വിറ്റിട്ടുമില്ല. ഇനി വേറെ ബ്രാൻഡ് കേൾക്കാൻ ഇത് ഓൾമോസ്റ്റ് 80s, ഇനി വേറെ ബ്രാൻഡിനെ പറ്റി കേൾക്കാൻ വലിയ താല്പര്യം ഉണ്ടാവില്ല. ഹാർഡ് കോർ MRF. പക്ഷെ അപ്പോഴും ഞാൻ അച്ഛനോട് പറയേണ്ടത്, അച്ഛൻ ആ MRF വിറ്റുകൊണ്ടിരുന്ന കാലഘട്ടത്തിൽ അന്ന് ആ ഒരു 80s അല്ലെങ്കിൽ 90s MRF ഒരു 1000 ഷെയർ മേടിച്ചിട്ടുണ്ടെങ്കിൽ സത്യം പറഞ്ഞാൽ ഇന്ന് എനിക്ക് വീട്ടിൽ വെറുതെ ഇരിക്കുകയായിരുന്നു. ഈ പണിയൊന്നും എടുക്കാണ്ട് സമാധാനമായിട്ട് ഇരിക്കുകയായിരുന്നു. കാരണം ഓൾമോസ്റ്റ് 1 lakh ഷെയർ വാല്യൂ ഉള്ള ഒരു വെരി മിനിമം കമ്പനീസിലൊരു കമ്പനിയാണ് MRF. അപ്പം ഇറ്റ്സ് എ ഫാമിലി ഡോമിനേറ്റഡ് കമ്പനി, ബട്ട് ഹൈലി അഗ്രസീവ്, ഹൈലി എലമെൻറ്റ്. എത്ര കോമ്പറ്റീഷൻ വന്നിട്ടുണ്ടെങ്കിലും അതിലൊന്നും പതറാതെ മുന്നോട്ട് പോയ ഒരാൾക്കാരാണ്. ആൻഡ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് തിങ് ഐ അഡ്മയർ അബൌട്ട് MRF, 100% ട്രാൻസ്പെറൻസി ഉള്ള കമ്പനി. ആ ഒരൊറ്റ കമ്പനിക്കാണ് എൻ്റെ ഒരു വിശ്വാസത്തിൽ ഇന്ന് ഇന്ത്യയിൽ ഞങ്ങളുടെ ഇൻഡസ്ട്രിയിൽ പ്രത്യേകിച്ച് ഒരു ഡിസ്കൗണ്ടും ഇല്ലാത്തൊരു കമ്പനി. നിങ്ങൾക്ക് വേണമെങ്കിൽ എടുക്കാം, നിങ്ങൾക്ക് വേണമെങ്കിൽ വിൽക്കാം, ഒരു കുഴപ്പമില്ല. ഇറ്റ്സ് യുവർ ചോയ്സ്, അല്ലാതെ അവരുടെ ചോയ്സ് അല്ല. അത് ഇന്നത്തെ ഹൈലി കോമ്പറ്റീറ്റീവ് മാർക്കറ്റിൽ